സ്ത്രീകളുടെ പേരിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീകളിൽ നിന്നും വായ്പയെടുത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ മണ്ണാർക്കാട് തെങ്കര സ്വദേശിനിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി പരാതിക്കാർ. 50ഓളം പേരാണ് പരാതി നൽകിയിട്ടുള്ളത്. തട്ടിപ്പ് നടത്തിയ സ്ത്രീയുടെ ബന്ധുക്കൾ പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും അതിൽ നിന്ന് പിന്മാറിയതോടെയാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ പരാതിക്കാർ തീരുമാനിച്ചത്. തെങ്കര മുണ്ടക്കണ്ണി സ്വദേശിനി വിജയലക്ഷ്മിക്കെതിരെയാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ മാസം മണ്ണാർക്കാട് പോലീസിന് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജയലക്ഷ്മിയുടെ ബന്ധുക്കളെ പോലീസ് വിളിപ്പിച്ചിരുന്നു. മാസം 30,000 രൂപ വീതം നൽകി ബാധ്യത തീർക്കാമെന്നാണ് അടുത്ത ബന്ധുക്കൾ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ നിലപാടിൽ നിന്ന് അവർ പിന്മാറി. സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് ബാങ്കുകളിൽ നിന്നും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബശ്രീ ഭാരവാഹി കൂടിയായിരുന്ന വിജയലക്ഷ്മി വായ്പ എടുത്തു നൽകിയിരുന്നു. ഇത്തരത്തിലെടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് വിജയലക്ഷ്മി വഴിയാണ് പലരും നൽകിയിരുന്നത്. എന്നാൽ ഇവർ നൽകിയ തുക അടയ്ക്കാതെ തട്ടിപ്പ് നടത്തി. സ്ത്രീകളുടെ ആധാർ കാർഡും ഫോട്ടോയും വാങ്ങി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അവരുടെ പേരിൽ വായ്പ അനുവദിപ്പിച്ച് ആ വായ്പ താൻ തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചും ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയുണ്ട്. കുടുംബശ്രീകളിൽ നിന്നും ഇത്തരത്തിൽ പലരെ കൊണ്ടും 50,000 രൂപ വീതം വായ്പ എടുപ്പിച്ച് ഈ തുകയും കൈക്കലാക്കി. ഒരാളുടെ പേരിൽ തന്നെ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തും പണം തട്ടിയിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനം സൗജന്യമായി നൽകുന്ന വീട് അനുവദിക്കാമെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപയാണ് ഒരാളെ കൊണ്ട് വായ്പ എടുപ്പിച്ച് കൈക്കലാക്കിയത്. ബന്ധുവിന്റെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്നായി 6 ലക്ഷം രൂപ വായ്പ എടുത്ത് പണം തട്ടിയെന്ന പരാതിയും പോലീസിന് ലഭിച്ചു. സ്ത്രീകളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്ത വായ്പ കുടിശ്ശികയായതോടെയാണ് തട്ടിപ്പിനിരയായവരുടെ ഭർത്താക്കന്മാർ പോലും വിവരം അറിയുന്നത്. മുണ്ടക്കണിയിൽ വിജയലക്ഷ്മിക്കുണ്ടായിരുന്ന വീടും സ്ഥലവും വിൽപ്പന നടത്തി ഇവർ വിദേശത്തേക്ക് കടന്നുവെന്നാണ് പരാതികളിൽ പറയുന്നത്. തൊഴിലുറപ്പിന് പോയും മറ്റു ഉപജീവനം നടത്തുന്നവരാണ് തട്ടിപ്പിൽ ഇരയായവരിൽ ഭൂരിഭാഗവും. പല സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും വായ്പയായി അനുവദിച്ച പണം വിജയലക്ഷ്മിക്ക് നേരിട്ടാണ് നൽകിയിരിക്കുന്നത്. ഏതൊക്കെ ബാങ്കിൽ വായ്പയുണ്ടെന്ന് പോലും അറിയാത്തവരാണ് മിക്കവരും. തട്ടിപ്പിന് ഇരയായവർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് CPI മണ്ഡലം കമ്മിറ്റി അംഗം ഭാസ്കരൻ മുണ്ടക്കണ്ണി ആവശ്യപ്പെട്ടു. ആ കേസ് ഇന്ന് അന്വേഷിച്ചു വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ CI അവരുടെ മകനെയും അവരുടെ ഗൾഫിലുള്ള മരുമകനെയൊക്കെ വിളിച്ച് സംസാരിച്ച് ഒരു സെറ്റിൽമെൻറ്റിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവസാനം വെച്ചിട്ട് മരുമോനും അതുപോലെ തന്നെ മകനൊക്കെ അതിലൊരു ഉരുണ്ടുകളിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ CIനോട് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് FIR ഇട്ട് കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിയമപാലകരുമായി ബന്ധപ്പെട്ട് അത് കേസ് എടുക്കാനുള്ള ഇതിലേക്ക് പോവുകയാണ്. അതാണിപ്പോൾ സ്ത്രീകളൊക്കെ അവരും പറയുന്നത്. ഒരു കേസിലും അവിടെ കിടക്കട്ടെ, ഇത്രയും ഞങ്ങളെ പറ്റിച്ച സ്ഥിതിക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പി പറ്റിച്ചതിന് ഒരു കേസിൽ അവിടെ സ്ത്രീയുടെ പേരിൽ വിജയലക്ഷ്മിയുടെ പേരിൽ വേണം എന്നാണ് സ്ത്രീകളും ആവശ്യപ്പെടുന്നത്. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.